ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ടെലഗ്രാഫ് UK പത്രത്തെ കോട്ട് ചെയ്താ പറഞ്ഞത്. അപ്പം ആ പത്രം സോഴ്സ്ഫുള്ളായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ പോകാൻ നേരത്തെ അവിടെ പങ്കെടുത്ത ശേഷം ട്രംപിനെ കണ്ടു. അപ്പോൾ ട്രംപ് സെലൻസ്കി ഡിമാൻഡ് ചെയ്ത ടോം ഹോക്സ് മിസൈൽ, അതായത് ലോങ് റേഞ്ച് മിസൈൽ 1500 1700 മൈൽ, ഏകദേശം 2500 കിലോമീറ്റർ പോകുന്ന മിസൈൽ ഡിമാൻഡ് ചെയ്തു. അതേപോലെ മറ്റുള്ള ലോങ് റേഞ്ച് മിസൈൽസും വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം അതിനെ കോട്ട് ചെയ്താണ് ടെലഗ്രാഫ് പത്രം പറഞ്ഞ് ഞാൻ അതിനെപ്പറ്റി വീഡിയോയും ചെയ്തു. ഈ വീഡിയോയുടെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് വാൾ സ്ട്രീറ്റ് ജേണൽ, അമേരിക്കയിലെ ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു പത്രമാണ്. അവർ അതിനെയെല്ലാം കൂടെ കോട്ട് ചെയ്ത് കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഉറപ്പായിട്ടും അവർ ഇന്നയാളെ കോട്ട് ചെയ്യുന്നില്ല, പക്ഷേ എന്താണ് ഉണ്ടായതുള്ള സംഭവം? റഷ്യയ്ക്ക് എതിരായിട്ട് ഇത്രയും നാളും ഉക്രൈൻ പോയിക്കൊണ്ടിരുന്നത് ഡിഫെൻസീവ് മോഡിലാണ്, അതായത് പ്രതിരോധം. ഇനി അവർ ഒഫൻസീവ് മോഡിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് സെലൻസ്കിയോട് പറയുന്നത്, നിങ്ങളുടെ സ്ഥലം നിങ്ങൾ പിടിച്ചെടുക്കുക, ഡോൺബാസ് എന്ന സ്ഥലം, പറ്റുവാണെങ്കിൽ റഷ്യയുടെ ചില ഭാഗം പിടിച്ചെടുക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഒഫൻസീവ് മോഡിലോട്ട് പോകുന്നത്. ആ പത്രത്തിൽ പറയുന്ന റിപ്പോർട്ട്, ഉക്രൈന് റഷ്യയിൽ എവിടൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് ഒഫൻസീവായിട്ട്, പ്രധാനമായിട്ടും റഷ്യൻ എക്കോണമി, അവരുടെ റിഫൈനറി, അതേപോലെ ഓയിൽ പൈപ്പ് ലൈൻ, പോർട്ടുകൾ, പവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന വലിയ വലിയ പ്ലാന്റുകൾ, പിന്നീട് തുറമുഖങ്ങൾ, ഇതെല്ലാം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ലോങ് റേഞ്ച് മിസൈലും ഇൻ്റലിജൻസ് ഇൻപുട്ട് എവിടെയൊക്കെ ഹിറ്റ് ചെയ്യണം, ഇത് അമേരിക്ക പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. അതേപോലെ ആ റിപ്പോർട്ടിൽ പറയുന്നു, നാറ്റോ രാജ്യങ്ങളോടും പറയുന്നു, ഇത് നിങ്ങളും ഫോളോ ചെയ്യുക, ഇവരെ സഹായിക്കുക. എന്താണ് അമേരിക്ക ചെയ്യുന്നത്? അത് നാറ്റോ രാജ്യങ്ങൾ ഫോളോ ചെയ്ത് ഉക്രൈനെ സഹായിക്കുക. ഈ വാർ പെട്ടെന്ന് നിർത്താൻ സാധിക്കും. അതായത് എക്കോണമി, അവരുടെ ബിസിനസ്സും, ഈ ഓയിലാണ് അവരുടെ മെയിനായിട്ടുള്ള സംഭവം. അതിനെ താറുമാറാക്കുകയാണെങ്കിൽ അവർക്ക് വാറ്, അതായത് ഉക്രൈൻ വാറ് ജയിക്കാൻ സാധിക്കും. ഇതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം അതുമായിട്ട് ആ വാറ് നടക്കുമോ നടക്കാതിരിക്കും, ആൾക്കാർ മരണപ്പെടുന്നു, അതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. വാറ് നിൽക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പോലെ എൻ്റെ ആഗ്രഹം. ഇങ്ങോട്ട് വന്ന് എഴുതി ഇന്ത്യയെ എങ്ങനെ എഫക്റ്റ് ചെയ്താണ് പ്രാധാന്യം. ഇന്ത്യയുടെ 37 മുതൽ 40% നമ്മൾ ക്രൂഡ് വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്പർ 1. അതായത് ഇപ്പം നമ്മൾ പുറത്തോട്ട് കൊടുക്കുക മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും അമേരിക്കൻ താക്കീതും ഭയന്നിട്ട് റഷ്യയിൽ നിന്നും, അതായത് ഇന്ത്യ മേടിക്കുന്ന ക്രൂഡ് പല രാജ്യങ്ങളും നിർത്തലാക്കി. കാരണം സാങ്ഷൻ ഇമ്പോസ് ചെയ്യുമെന്ന് പേടിച്ചിട്ട്. അതായത് ഇപ്പോൾ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ക്രൂഡിൽ വലിയൊരു ശതമാനം, 37-38% ഇന്ത്യയിലാണ് കൺസംഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഈ കൺസംഷൻ വരുന്ന സമയത്ത് നമ്മൾ മിഡിൽ ഈസ്റ്റിലെ സൗദിയുടെയും UAEയുടെയും ഇവരുടെയൊക്കെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറച്ച് നമുക്ക് വളരെ ചീപ്പ് റേറ്റിലാണ് കിട്ടുന്നത്. UAE ദറംസിലാണ് ഇത് മാറുന്നത്, ഇന്ത്യൻ കറൻസിയിലല്ല, ഡോളറിലും അല്ല. അതിലാണ് ഈ ട്രേഡ് നടക്കുന്നത്. കാരണം നേരത്തെ ഇന്ത്യൻ കറൻസി നടന്നു പകുതിക്ക് പകുതി വെച്ച്, പിന്നെ ബാക്കി ഡോളറായിരുന്നു, അതിങ്ങനെ കെട്ടുകണക്കിന് അവിടെ കിടപ്പുണ്ട്, അത് മാറാൻ പറ്റുന്നില്ല. അത് UAEക്ക് കൊടുത്തിട്ട് അവർ കൺവേർട്ടബിലിറ്റി ഉണ്ടാക്കി. കാരണം ഇന്ത്യൻ കറൻസിക്ക് വലിയ ഗ്ലോബൽ ഡിമാൻഡ് ഒന്നുമില്ല, ഈ പറയുന്ന റഷ്യയുമായിട്ട് വലിയ ട്രേഡൊന്നുമില്ല നമ്മൾ. പക്ഷേ UAE ട്രേഡുണ്ട്. UAE കാരണം ഇഷ്ടംപോലെ ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ട്രേഡും നടക്കുന്നുണ്ട്, അവർക്കത് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് UAE ദറംസിൽ നമ്മൾ റഷ്യയുമായിട്ട് ട്രേഡ് നടക്കുന്നത് ഈ ഓയിലിൻ്റെ. അടുത്ത പോയിന്റ്, ഇതെങ്ങനെ ഇന്ത്യയെ ബാധിക്കും? ഉറപ്പായിട്ടും ബാധിക്കും. ഈ പറയുന്ന പൈപ്പ് ലൈനും പോർട്ടും അവിടുത്തെ പവർ സ്റ്റേഷനും അവിടുത്തെ ഓയിൽ ബ്ലോക്സും
ഈ പറയുന്ന ലോങ് റേഞ്ച് മിസൈൽ പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ക്രൂസ് മിസൈലാണ്, അങ്ങനൊന്നും കയറി S-400 ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇവിടെ നിന്ന് ആൾക്കാർ പറയുന്നില്ല, പല ഡിഫൻസിൻ്റെ എക്സ്പേർട്ട് വീക്കിലികളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഇതിൻ്റെ ആക്യുറസി വളരെ കുറവാണ്. അത് അല്ലാതെ റഷ്യയുടെ പല സിറ്റിക്കകത്തും അവരുണ്ടാക്കിയ പ്രോഡക്റ്റ് എങ്ങനെ ഫെയിൽ ആവുന്നത്. അപ്പം ഇത് ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ നിന്നുള്ള ക്രൂഡിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചൈനയും ബാധിക്കും, ഇന്ത്യയും ബാധിക്കും. പക്ഷേ ചൈനയ്ക്ക് ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, കാരണം ചൈനയാണ് ഹ്യൂജായിട്ട് അത് വാങ്ങുന്നത്. അവരത് ഏതെങ്കിലും രീതി ചൈനയ്ക്ക് സപ്ലൈ നടക്കും. പക്ഷെ അത് ഇന്ത്യയ്ക്ക് വരുന്ന ക്രൂഡിൻ്റെ ആ ക്വാണ്ടിറ്റിയിൽ വലിയ കുറവുണ്ടായി ചിലപ്പോൾ നിന്ന് പോകും. കാരണം ഇത്രയും അവരുടെ പവറും അവിടെ പൈപ്പ് ലൈനും മറ്റുള്ള സംഭവങ്ങളും പോർട്ടുകളിലൊക്കെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഇന്ത്യയിലോട്ടുള്ള ഫ്ലോ കുറയും. ഇന്ത്യ പെട്ടെന്ന് പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില കയറും. ഇന്ത്യയിൽ ഷോർട്ടേജ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്കൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. കാരണം ഇങ്ങനൊരു രീതിയിൽ ഉക്രൈൻ റഷ്യയെ ഈ ലോങ് റേഞ്ച് മിസൈൽ വെച്ച് അവരുടെ എക്കോണമിയും അവരുടെ ഓയിൽ ഫെസിലിറ്റീസും അതേപോലെ പൈപ്പ് ലൈനും റിഫൈനറിയും പവർ സ്റ്റേഷനും ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ, അവരുടെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്യുക. അപ്പം നേരത്തെ തന്നെ നിങ്ങൾക്കറിയാം, ഈ ഉക്രൈൻ്റെ പല ഡ്രോൺസ് വെച്ച് അവിടെ റിഫൈനറി അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ റഷ്യ പുറത്തോട്ട് കൊടുക്കേണ്ട ഡീസൽ അവർ നിർത്തി. കാരണം അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം റിഫൈനറി വർക്ക് ചെയ്യുന്നില്ല. വീണ്ടും ഒരു അറ്റാക്ക് വളരെ ഇൻസൈഡിലോട്ട് പോയി കഴിയുമ്പോൾ, റഷ്യക്കകത്തോട്ട് കയറി ഒഫൻസീവായിട്ട് പോയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും റഷ്യക്ക് അറ്റാക്ക് കിട്ടും. അപ്പോൾ റഷ്യ അത് ഏത് രീതിയിൽ പ്രതിരോധിച്ച് തിരിച്ച് ഉക്രൈനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതേപോലെ അറ്റാക്ക് വരുന്ന സമയത്ത് നാറ്റോ രാജ്യങ്ങൾ അവരുടെ എയർക്രാഫ്റ്റുകൾ വെച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യുമെന്നാണ്. കാരണം അകത്ത് കയറി അറ്റാക്ക് ചെയ്യുന്നതല്ല, ഈ റഷ്യ അയക്കുന്ന പല മിസൈൽസും ഡ്രോൺസിനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും നാറ്റോ രാജ്യങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി വീണ്, നിങ്ങൾ വായിച്ചാണ് പോളണ്ടിലും ഡെൻമാർക്കിലും അവിടെയൊക്കെ വീഴുകയും അതിൻ്റെ പാർട്ടികളൊക്കെ വരികയും ചെയ്തു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലോട്ട് പോകുമ്പോൾ ഈ ലോങ് റേഞ്ച് മിസൈൽ വെച്ച് റഷ്യയെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷനാണ് ഇന്ത്യയുടെ കാര്യം അല്പം പരിഗണന. കാരണം ഈ ക്രൂഡ് കിട്ടിയാൽ മതിയാവത്തുള്ളൂ. ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയാണ് ഏറ്റവും വലുത്. അതിൻ്റെ പേരിലാണ് നമ്മൾ റഷ്യൻ ക്രൂഡിൻ്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അവ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് അതായത് നിങ്ങൾ ഈ വീഡിയോ നാളെ കാണുമ്പോൾ പറഞ്ഞിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞ് മോഡിയും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും കാരണവശാലും റഷ്യൻ ക്രൂഡ് നിർത്തലാക്കേണ്ട സ്ഥിതി വരുമ്പോൾ ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ വിചാരിച്ചോളാം, പക്ഷെ നിർത്തലാക്കില്ല എന്ന് തന്നെയാണ് റഷ്യയുടെ ഒരു അനുമാനം. ഈ രീതിയിലാണ് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അതായത് ജിയോ പൊളിറ്റിക്സിന് വലിയ മാറ്റവും ഗ്ലോബൽ എക്കോണമിയിലും ഓയിലിൻ്റെ ട്രേഡിലും അതിൻ്റെ വിലയ്ക്കും വലിയ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനൊരു എസ്കലേറ്റ് ചെയ്യുമ്പോൾ, ഇഷ്യൂ ഇങ്ങനെ എസ്കലേറ്റ് ചെയ്യുമ്പോൾ റഷ്യയുടെ ഇൻസൈഡിലോട്ടും അവരുടെ ഫെസിലിറ്റീസ് ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇതിന് ഷോർട്ടേജ് ഉണ്ടാകാനുള്ള പോസിബിൾ ചാൻസ് ഉണ്ട്. കാരണം കുറവുണ്ടാകാം. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓയിലിന് വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഗ്ലോബലി ഉണ്ടാകും. ഇന്ത്യയും അത് ബാധിക്കാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.